അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. വളരെ ശക്തിയുള്ളതും വളരെ ഏറെ പേർക്ക് ഉപകാരപ്പെടുന്നതുമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ് എന്ന് പറയുന്നത്. കുറച്ച് നീളമുള്ള സ്വലാത്താണ്, അധികം നീളമൊന്നുമില്ല, കുറച്ച്. അത് ചൊല്ലിയാൽ ഉള്ള ഗുണങ്ങൾ ഒരുപാടാണ്. നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അതിൻ്റെ ഫലം നമ്മൾ വായിച്ച് ഇപ്പം പറയാൻ പോകുന്ന ഫലങ്ങൾ കേട്ടാൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിൽ ഒന്നിൽ കൂടുതൽ അതിൻ്റെ ഫലങ്ങൾ ആവശ്യമുള്ളവരായിരിക്കും. ഒരു ഫലം മാത്രമല്ല, അതിൽ കൂടുതൽ ഫലം ആവശ്യമുള്ളവരായിരിക്കും. എന്താണോ നമ്മുടെ ആവശ്യം, ആ ആവശ്യം മനസ്സിൽ കരുതി ഈ സ്വലാത്ത് ഓതുക. ഈ സ്വലാത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളിൽ ചില ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, ഈ സ്വലാത്ത് 7 തവണ പതിവാക്കലാണ് നല്ലത്. 7 തവണ ഈ സ്വലാത്ത് പതിവാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ സ്വപ്നം കാണുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അയാൾക്ക് പലവിധ രോഗങ്ങൾക്കും ശിഫ 7 തവണ പതിവാക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ്യും. പലവിധ രോഗങ്ങൾക്ക്, നമ്മളിപ്പോൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ 7 തവണ ഇത് പതിവാക്കുക. ആ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, കടം നൽകിയ പണം തിരിച്ചു കിട്ടുമെന്നാണ്. നാം ആർക്കെങ്കിലും കടം കൊടുത്ത് പൈസ കിട്ടാനുണ്ടെങ്കിൽ അയാളെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ഓതുക, ചൊല്ലുക. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കാണും. ഒരുപാട് വലിയ ഫലമുള്ളതാണ്. ഓതി 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ ചില മാനസികപരമായ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ കടം നൽകിയ ആൾ പണം തിരിച്ചു തരുന്നില്ലെങ്കിൽ അയാളെ ഉദ്ദേശിച്ചുകൊണ്ട് ദിവസവും 7 തവണ ഓതുക. അതിന് മേലെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓതുക. മറ്റത്, നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ മോഷ്ടിച്ചു പോയ സാധനങ്ങൾ എന്താണോ ആ വസ്തു ഉദ്ദേശിച്ച് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അത് തിരിച്ചു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പിന്നെ പനിനീരിൽ മന്ത്രിച്ച് ഇത് തലയിൽ പുരട്ടിയാൽ തലവേദന, ചെന്നിക്കുത്ത് പോലുള്ളവ ശമിക്കുന്നതാണ്. 7 തവണ ഓതി ഒരാൾ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ അയാൾ ഏത് രോഗമാണോ അനുഭവിക്കുന്നത് ആ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുകയും അയാളുടെ പരിഭ്രാന്തി, നമുക്കൊരു വെപ്രാളം ഉണ്ടാവുകയല്ലോ, എല്ലാ കാര്യത്തിലും വെപ്രാളം, ആ വെപ്രാളം മാറുകയും ചെയ്യും. മാത്രമല്ല, വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ മൂത്രതടസ്സം, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, പ്രസവവേദന മുതലായവ ഇല്ലാതാകും. ഇനി ഒരാൾ ഉറങ്ങാൻ നേരത്ത് ഈ സ്വലാത്ത് മന്ത്രിച്ച് കുടിച്ചാൽ അയാൾ ദുസ്വപ്നം കാണുന്നതിൽ നിന്നും കാക്കപ്പെടും. മാത്രമല്ല, അയാൾക്കുണ്ടാകുന്ന അകാരണമായ ഭയം, മറവി, മനപ്രയാസം, ടെൻഷൻ എന്നിവ നീങ്ങിക്കിട്ടും. കച്ചവടത്തിൽ വലിയ ലാഭത്തിന് കച്ചവട സ്ഥാപനം ഉദ്ദേശിച്ച് മനസ്സിൽ കരുതി അത് വലിയ ലാഭത്തിലായി ഓടുന്നത് മനസ്സിൽ സങ്കല്പിച്ച് ഈ സ്വലാത്ത് ചൊല്ലുക. അതിനു പുറമെ ഈ സ്വലാത്ത് എഴുതി കടയിൽ സൂക്ഷിക്കുകയും ചെയ്യുക. വലിയ ബറക്കത്തിന് അത് കാരണമാകും ഇൻഷാ അല്ലാഹ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, വിവാഹപ്രായം എത്തിയവർ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയവരെ കരുതി ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ വേഗത്തിൽ അവർക്ക് നല്ല ഇണയെ ലഭിക്കും. ഒന്നുകിൽ വിവാഹപ്രായം എത്തിയവർ ചൊല്ലുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരാൾ ചൊല്ലുക, വേഗത്തിൽ ഇണയെ ലഭിക്കും. മറ്റൊരു ഉപയോഗം, പിന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉദ്ദേശിച്ച് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് ഇടപാടുകാർ ഒരുപാട് വരുന്നതും പെട്ടെന്ന് അത് വിൽക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത്, ദിവസവും ഒരാൾ 100 തവണ ഒരാൾക്കിത് ചെല്ലാൻ സാധിച്ചാൽ അയാൾ വലിയ മഹാന്മാരിൽപ്പെടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അത് സാധിക്കും. അങ്ങനെ നമുക്ക് സാധിച്ചാൽ അവർക്ക് അദൃശ്യ ജ്ഞാനങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങും. അത് അത്രയും പവറുള്ള സ്വലാത്താണ്. അതിങ്ങനെ ദിവസവും ചൊല്ലണം 100 തവണ നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ, എല്ലാവർക്കും സാധിക്കണമെന്നില്ല, അങ്ങനെ സാധിച്ചാൽ ക്രമേണ നമുക്ക് വലിയ കഴിവുകൾ ലഭിക്കാൻ തുടങ്ങും. അത്രയും പവറുള്ള, ആ സ്ഥാനത്തേക്ക് നമ്മൾ ഉയരാൻ തുടങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇനി എന്തിനു വേണ്ടി ഓതിയാലും ഗുണം ലഭിക്കും ഇൻഷാ അല്ലാഹ്. സലാത്ത് ഇസ്മുൽ ആലം സലാത്താണ്.
കുറച്ച് വലിയ സലാത്താണ്, കുറച്ച് വലിയത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിലൊക്കെ ഫാത്തിഹ ഓതി തുടങ്ങുന്ന സലാത്ത്. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ അഅ്ളമിൽ മക്തൂബി മിൻ നൂരി വജ്ഹിക്കൽ അലൽ മുഅബ്ബദിദ് ദാഇമിൽ ബാഖി എന്ന് തുടങ്ങുന്ന കുറച്ച് വലിയ സലാത്താണ്. നിങ്ങൾക്ക് കിതാബിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. ആ സലാത്ത് നിങ്ങൾ ഏത് ഉദ്ദേശത്തോടെ ചൊല്ലിയാലും ഇൻഷാ അല്ലാഹ് എളുപ്പത്തിൽ നടക്കും, സമാധാനം കിട്ടും, മനസ്സിന് സമാധാനം, സന്തോഷം ലഭിക്കും, എല്ലാ ഗുണങ്ങളും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ചുരുങ്ങിയത് 7 തവണ, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം 7 തവണ, അല്ലെങ്കിൽ അതിൽ എത്രയോ ചെല്ലാൻ പറ്റുന്ന അത്ര ചൊല്ലുക ഇൻഷാ അല്ലാഹ്. വലിയ ഫലമാണ്, മറ്റുള്ളവർക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.